ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഫുൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വെതർ കണ്ടില്ലേ, നല്ലൊരു അന്തരീക്ഷം, മഴ പെയ്തിട്ട് ആയതേ ഉള്ളൂ. അപ്പോൾ നല്ല വെളിച്ചം വന്നു. അപ്പോൾ തോന്നി ജേർണൽ ചെയ്താലോ. പിന്നെ ജേർണൽ സപ്ലൈസും നിങ്ങൾക്ക് കാണിച്ചു തരാൻ തോന്നി. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ജേർണൽ സപ്ലൈസ്. ഒന്നും വിചാരിക്കരുത്, എന്തൊക്കെയോ ബോക്സിലിട്ടിട്ടാണ് ഞാൻ എല്ലാം സൂക്ഷിക്കുന്നത്. ഇൻഷാല്ലാ ഓർഗനൈസറൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഞാൻ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. കുറച്ച് കോഡ്സാണ്, അതൊക്കെ ഞാൻ പ്രിൻ്റ് ഇതും ഞാൻ പ്രിൻ്റ് എടുത്തതാണ്. പ്രിൻ്റസ്റ്റിൽ നിന്ന് സേവ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്തതാണ്. ഈ ഗേൾസ്, ഇതിന് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് അതുപോലത്തെ ഇതും ഞാൻ പ്രിൻ്റ് എടുത്തതാണ്. പിന്നെ ഇത് കുറച്ച് പ്രിൻ്റ് എടുത്തതാണ്, കുറച്ച് ഞാൻ തന്നെ ഷീറ്റിൽ ഉണ്ടാക്കിയതാണ്, ഷീറ്റ് പേപ്പർ വെച്ചിട്ട്. ഇതാക്കണ്ടില്ല, ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ അതൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്തതാണ്. അതുപോലെ തന്നെ ഈ ഒരു പിക്ചറും ഞാൻ സേവ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തതാണ്. അപ്പോൾ ഞാൻ അധികവും പ്രിൻ്റ് എടുക്കലാണ് ഈ ജേർണൽ സപ്ലൈസ്ക്കൊക്കെ. പിന്നെ ഇത്രയും കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ ഷീറ്റ് പേപ്പർ വെച്ചിട്ട് കളർ ചെയ്ത് പെയിൻറ്റ് ചെയ്തൊക്കെ കൊടുത്തതാണ്. ഒരുപാട് കളേഴ്സ് ചെയ്തിട്ടുണ്ട്. എല്ലാ ജേർണൽസും ചെയ്യുമ്പോൾ ഒരു തീം വേണ്ടി, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത്. ഇനി അടുത്ത് എന്താണ് ആ ബോക്സിലുണ്ടെന്ന് നോക്കാം. ഇത് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത വാഷി ടേപ്സും ഇതിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ പുറത്ത് തന്നെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുറ്റമൊക്കെ കാണുന്നത്. ഇത് പിന്നെ ഒരു ബുക്കിൽ നിന്ന് കുറച്ച് പേജസൊക്കെ കട്ട് ചെയ്തതാണ്. ഇത് ന്യൂസ് പേപ്പറിൻ്റെ കുറച്ച് പീസസാണ്. ഈ ഒരു പാറ്റേൺ പേപ്പർ ഞാൻ തന്നെ സ്കെച്ചും പെന്നൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതുപോലെ ചെയ്തപ്പോൾ. അതുകൊണ്ട് ഞാൻ ഒരുപാട് കളേഴ്സിൻ്റെ പാറ്റേൺ പേപ്പർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രൗൺ പേപ്പേഴ്സ്, അങ്ങനെ ഒരുപാട് അല്ലറ ചില്ലറ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഞാൻ ജേർണലിന് യൂസ് ചെയ്യത്തില്ല, കണ്ടില്ലേ, വെറുതെ ചെയ്തിട്ട് അവിടെ കൂട്ടിയിരിക്കുന്നു ഗൈസ്. എന്തിനാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഇതൊക്കെ പണ്ട് ചെയ്തതാണ്, ഇപ്പോഴൊന്നല്ല. പിന്നെ കുറച്ച് ഫിലിം സ്ട്രിപ്സാണ്, ഇതും ഞാൻ പണ്ട് ചെയ്തതാണ്. അതൊക്കെ ഇപ്പോഴും ഉണ്ട്, ഞാൻ യൂസൊന്നും ചെയ്തിട്ടില്ല. പിന്നെ സ്റ്റാമ്പ്സാണ്, സ്റ്റാമ്പ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇത് കളർ പേപ്പറിൽ ചെയ്തിട്ട സ്റ്റാമ്പ്സാണ്. ഇതിൽ കോട്ട്സൊക്കെ എഴുതാൻ പറ്റും. ഇത് ബ്രൗൺ കളറിലെ സ്റ്റാമ്പ്സാണ്. പിന്നെ കണ്ടില്ല, ഒരുപാട് ചെറുതും വലുതും വലിപ്പം കൂടിയതും നീളം കൂടിയതും, അതുപോലെ ഒരുപാട് സ്റ്റാമ്പ്സ് ഒരുപാട് കളേഴ്സിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഇതെന്തോ വലിയ ഇഷ്ടമാണ് കേട്ടോ ചെയ്യാനായിട്ട്. പിന്നെ കുഞ്ഞ് സ്റ്റാമ്പ്സും ഗ്രീൻ കളറിൽ, അതുപോലെ ഒരുപാട് ഡിസൈനിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പച്ച മുകളിലത്തെ ബോക്സിലുണ്ടായിരുന്നു. നെക്സ്റ്റ് ഈ ഒരു ഹാമ്പർ ബോക്സിലിട്ടിരിക്കുന്നത് എന്താണെന്നൊക്കെ എനിക്ക് എവിടെ നിന്നോ കിട്ടിയ ഒരു ഹാമ്പർ ബോക്സ് ആയിരുന്നു ഗൈസ്. അതിലാണ്, നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ ഒരു ഓർഗനൈസറൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും. ഈ ഒരു പെട്ടിക്കകത്ത് ഇതാക്കണ്ടില്ല, ഇതുപോലത്തെ ഒരു കുഞ്ഞ് എന്താ ഇതിനെ പറയും, ഇപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് പോലെ എനിക്കറിയത്തില്ല ഗൈസ്. ഇതും സ്റ്റാമ്പ്സ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാമല്ലേ. അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സും ഇലകളും അങ്ങനെ പൂക്കളും ഒക്കെ ചെയ്തിട്ടുള്ളൊരു സ്റ്റാമ്പ്സ് കളക്ഷനാണ് ഇതും. ഒരുപാട് കളേഴ്സിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ബോക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഇതുപോലെ എന്തോ ഒരു റിങ്ങിൻ്റെ ഒക്കെ ബോക്സിലാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്തതാണ്. പിങ്ക് തീം ജേർണൽ ചെയ്യുമ്പോൾ ആവശ്യമുണ്ടായിരുന്നു, നിങ്ങൾ കണ്ട് കാണുമല്ലേ കഴിഞ്ഞ വീഡിയോസിൽ. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ വന്നതാണ് ഇതൊക്കെ. അപ്പം ഞാൻ ഫ്ലവേഴ്സാണ് ഇതിലിട്ട് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ബോക്സിൽ ഇത് ജേർണലിൽ പെടത്തില്ല. എൻ്റെ കയ്യിൽ ഒരുപാട് നെയിം സ്ലിപ്സും പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ബട്ടർ പേപ്പേഴ്സൊക്കെ നൈറ്റ് വെച്ചൊരു ബോക്സ് ഉണ്ട്. ഇത് ഞാൻ നെയിം സ്ലിപ്പിലൊന്നും യൂസ് ചെയ്തില്ല, വെറുതെ കാണിച്ചതേ ഉള്ളൂ, അതിൽ വെച്ചിരിക്കുന്നതാണ്. ഇത് എന്തോ ഒരു ഗോൾഡിൻ്റെ എന്തോ ഒരു പാത്രമാണ്. ഇതിൽ മൊത്തം ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ പണ്ട് ചെയ്തതാണ്, ഫുള്ള് സ്പ്രെഡായിട്ട് പോയിട്ടൊക്കെ ഉണ്ട്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അപ്പം ഇതൊക്കെ വെറുതെ വെച്ചിരിക്കുകയാണ് അവിടെ. പിന്നെ എന്താണ് ഗൈസ്, വയറ് ചാർജറിൻ്റെ ഒക്കെ ബോക്സിൽ നൈറ്റ് വെച്ചിട്ടുണ്ട്, ഒന്നും വിചാരിക്കരുത് ഗൈസ്. ഇതിൽ ഒരുപാട് ഞാൻ നേരത്തെ കാണിച്ചതുപോലത്തെ
ഗേൾസ്, അതായത് എന്താണ് ബൊമ്മക്കുട്ടി എന്ത് ഇതിന് പറയാൻ എനിക്കറിയത്തില്ല, അതുപോലത്തേതാണ്. സ്റ്റിക്കേഴ്സ് ഉണ്ട്, സ്റ്റിക്കേഴ്സ് ഞാൻ ചെയ്തതാണ്. പിന്നെ ഞാൻ ഇതൊക്കെ പ്രിൻ്റ് ചെയ്തതാണ് കേട്ടോ. പ്രിൻ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ബോക്സിലിട്ട് വെക്കുന്നു. അപ്പോൾ ജേർണൽസിന് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിപ്പോൾ മുമ്പൊന്നും യൂസ് ചെയ്യത്തില്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ജേർണൽസിൽ കണ്ട് വേറെ വീഡിയോസിൽ കണ്ട് ഞാനും ഇതുപോലെ ചെയ്തു. അടുത്ത ബോക്സിലുള്ളത് കുറച്ച് വാഷി ടേപ്സാണ്. പിന്നെ ഇതുപോലെ കോഡ്സൊക്കെ എഴുതാനുള്ള കുറച്ച് പേപ്പേഴ്സൊക്കെ ഉണ്ട്, കോഡ്സ് ഉണ്ട്. അങ്ങനെ ഇതിലത്ര മെയിനായിട്ടൊന്നുമില്ല, കുറേ അല്ലറ ചില്ലറ സാധനങ്ങളാണ്. അതുപോലെ കണ്ടില്ല, ഒരുപാട് കോഡ്സ് ഉണ്ട്. പിന്നെ എന്തോ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഒരു മെമ്മറിയാണ് ഗൈസ്, പണ്ടത്തെ സാധനങ്ങളാണ് ഇതൊക്കെ. കാറ്റൊക്കെ വരുമ്പോൾ പാറിപ്പോകുന്നുണ്ട് ഗൈസ്. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ബോക്സിൽ എന്താണെന്നുള്ളത് കാണാം. അപ്പോൾ ഇത്രയും സാധനമാണ് ഈ ബോക്സിലുള്ളത്. നെക്സ്റ്റ് ബോക്സിൽ ഇതെന്തോ ഒരു പൗഡറിൻ്റെ ബോക്സാണ് ഗൈസ്. ഇതും ഞാൻ പ്രിൻ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത ബട്ടർഫ്ലൈസസ് ആണ്. ഒരുപാട് കളേഴ്സിൽ ഞാൻ ഓരോ പ്രിൻ്റസിൽ നിന്ന് സേവ് ചെയ്തിട്ട് അതിനെ എഡിറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തതാണ് ആ ബട്ടർഫ്ലൈസ്. നെക്സ്റ്റ് ഇതുപോലത്തെ റൗണ്ടിൻ്റെ സ്റ്റാമ്പ്സോ എന്തെങ്കിലും ഒന്നും പറയാം. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഗായ്സ്, ഞാൻ ജേർണൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൽ ഒട്ടുമിക്ക എന്തോന്ന് വെടി പൊട്ടി നിൽക്കുമെന്തോന്ന് ഗായ്സ്. ഇതിൽ ഒട്ടുമിക്ക സാധനങ്ങളുടെ പേര് എനിക്കറിയത്തില്ല. ഇതാണ് സത്യം. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഈ ഒരു ജേർണൽ സെറ്റിലുള്ളത്. നെക്സ്റ്റ് നമുക്ക് ജേർണൽ ചെയ്യാം. ഇതാണ് എൻ്റെ ഫേവറേറ്റ്, എൻ്റെ ജേർണൽ ബുക്ക്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ ജേർണലിന് വേണ്ടത്. ഇന്നത്തെ ജേർണൽ വന്നിട്ട് ഗ്രീൻ തീമാണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് ചെയ്ത ജേർണൽസ് ആണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ചാനലിലുണ്ട്, നിങ്ങൾ കയറി കാണാട്ടോ. അപ്പോൾ ഈ ഒരു പേജിൽ നമുക്കിന്ന് ജേർണൽ ചെയ്യാം. അപ്പോൾ എനിക്ക് എന്താ നല്ല ജേർണൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മഴ പെയ്തിട്ട് വെളിച്ചം വന്ന്, അതായത് നല്ലൊരു മഴ പെയ്തു, അതിനുശേഷം വെളിച്ചമൊക്കെ വന്ന ഒരു കാലാവസ്ഥ, അതെനിക്ക് വളരെ ഇഷ്ടമാണ്. ഇന്ന് പ്രത്യേകിച്ച് ലീവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ ഇതാ ഒരു ഗ്രീൻ കളർ ആദ്യം ഞാൻ കാണിച്ചില്ലേ പാറ്റേൺസ് ഞാൻ ചെയ്തത്, അത് തന്നെയാണ് ഇതിന് യൂസ് ചെയ്തത്. അതിന് ഇതുപോലെ കൈവച്ചിട്ട് കീറി ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റുന്നുണ്ട് സ്ഥലം. ഇതുപോലെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. സാധാരണ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം ചെയ്യുന്ന ഫുൾ വീഡിയോ ആയതുകൊണ്ട് ഇതിൽ ഒരുപാട് തകരാറുണ്ടാകും. അതൊക്കെ നിങ്ങൾ ക്ഷമിച്ച് സഹിച്ച് കാണാം, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഒരു ഗ്ലൂ വളരെ ഇഷ്ടമാണ് ഗൈസ്. പുതിയ മോഡലാണല്ലോ, ഇതെങ്കിൽ കുറച്ചേ വരത്തുള്ളൂ, മുമ്പത്തേക്കാളും അടിപൊളിയാണ്. പിന്നെ ഞാൻ വേഗം ഒട്ടാനായിട്ട് പെൻ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെയൊക്കെ ചെയ്യും, അപ്പോൾ നല്ല ശരിക്കും ഒട്ടി വരും. ഇതൊരു ട്രിക്കാണ് ഗൈസ്. അപ്പോൾ അതുപോലെ മുകളിലത്തേത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, ഇതുപോലെ. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത വാഷി ടേപ്പ് ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത്. അത് സൈഡിലായിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വാഷി ടേപ്പാണ് മുമ്പ് ചെയ്ത ഒരു വാഷി ടേപ്പും കൂടി അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു പീസ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗേൾസിനെ പോലെയുള്ള, അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. പിന്നെ സ്റ്റാമ്പും പിന്നെ സ്റ്റിക്കറും ബട്ടർഫ്ലൈസിൻ്റേതും പിന്നെ മറ്റ് ഫ്ലവേഴ്സിൻ്റെ സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് കൊടുത്ത് റൈറ്റിങ്സ് എഴുതുന്നുണ്ട് ഗൈസ്. ഇന്ന് നമ്മൾ ജേർണലും ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ടാറ്റാ.